അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്കില്ലെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയതാണ്. എന്നാൽ പല സംസ്ഥാന നേതൃത്വങ്ങൾക്കും ഇതിനൊപ്പം നിൽക്കാൻ കഴിയുന്നില്ലെന്നതാണ് മറ്റൊരു വസ്തുത. മകരസംക്രാന്തി ദിനത്തിൽ ഉത്തർപ്രദേശ് കോൺഗ്രസ് മേധാവി അജയ് റായും MP ദീപേന്ദ്ര ഹൂഡയും സംഘവും അയോധ്യയിലെത്തിയിരുന്നു. സരയൂ നദിയിൽ സ്നാനം ചെയ്ത് അയോധ്യ ക്ഷേത്രത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. കർണാടക കോൺഗ്രസിനും രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിന് പൂർണ്ണമായും ഒപ്പം നിൽക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇത് ഇപ്പോഴത്തെ സംഭവം മാത്രമല്ല. രാമക്ഷേത്രം സംബന്ധിച്ച വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കാലത്തും ഏക അഭിപ്രായം കൈക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇന്നും അങ്ങനെ തുടരുന്നു എന്നതാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചെങ്കിലും രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് കാരണക്കാരായവർ തങ്ങളാണെന്നാണ് കോൺഗ്രസിലെ തന്നെ നേതാക്കൾ പ്രഖ്യാപിക്കുന്നതും നമ്മൾ കണ്ടതും. 1949 മുതൽ 2024 വരെയുള്ള കാലത്ത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്വീകരിച്ചത് പല തരത്തിലുള്ള നിലപാടുകളായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ കോൺഗ്രസിന്റെ പതനത്തിലേക്ക് നയിച്ചത് ഈ നിലപാടില്ലായ്മയാണ്. 1947 സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശേഷം 1949 അയോധ്യയിലെ ബാബരി മസ്ജിദിനുള്ളിൽ രാമവിഗ്രഹം അഭിരാം ദാസ് എന്ന വ്യക്തി സ്ഥാപിക്കുന്നത്. വിവരമറിഞ്ഞ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായിരുന്ന മലയാളിയായ KK നായർ അന്നത്തെ UP ചീഫ് സെക്രട്ടറിയെ വിവരം അറിയിച്ചു. എന്നാൽ പ്രദേശത്ത് തൽസ്ഥിതി തുടരാനും വിഗ്രഹം മസ്ജിദിൽ നിന്ന് നീക്കം ചെയ്യരുതെന്നുമായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം. മസ്ജിദിൽ രാമവിഗ്രഹം സ്ഥാപിച്ച സംഭവം മുതൽ തന്നെ കോൺഗ്രസിനകത്ത് രണ്ട് അഭിപ്രായങ്ങൾ സജീവമായിരുന്നു. 1950 ഇന്നത്തെ ഉത്തർപ്രദേശ് രൂപീകൃതമാകുന്നത്. 1950 ഗോവിന്ദ് ബല്ലഭ് പന്തിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനോട് മസ്ജിദിന് അകത്തുള്ള വിഗ്രഹം നീക്കം ചെയ്യാൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആവശ്യപ്പെട്ടു. എന്നാൽ വിഗ്രഹം മാറ്റിയാൽ നിയമസഭയിൽ നിന്ന് പാർട്ടിയിൽ നിന്നും രാജിവെക്കുമെന്ന് ഫൈസാബാദ് കോൺഗ്രസ് MLA യും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന ബാബ രാഘവ് ദാസ് പറഞ്ഞു. 1948 സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരായിരുന്ന 13 MLA കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതോടെ വന്ന ഉപതെരഞ്ഞെടുപ്പിൽ സോഷ്യലിസ്റ്റ് നേതാവ് നരേന്ദ്രദേവിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് കൊണ്ടുവന്ന തുറുപ്പുചീട്ടായിരുന്നു ബാബ രാഘവ് ദാസ്. അതുകൊണ്ട് അദ്ദേഹത്തെ മറികടക്കാനുള്ള തീരുമാനം കോൺഗ്രസ് അന്ന് എടുത്തില്ല. അന്നത്തെ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന KK നായരും ബാബരി മസ്ജിദിൽ നിന്ന് വിഗ്രഹം എടുത്തു മാറ്റുന്നതിനെതിരെ രംഗത്ത് വരികയും വിഗ്രഹം എടുത്തു മാറ്റണമെന്നാണ് സർക്കാർ തീരുമാനമെങ്കിൽ പകരം മറ്റൊരു ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നുമായിരുന്നു നായർ പറഞ്ഞത്. തുടർന്ന് KK നായരുടെ അഭിപ്രായം കൂടി മുൻനിർത്തി മസ്ജിദ് അറ്റാച്ച് ചെയ്യുകയും അയോധ്യ മുനിസിപ്പൽ ബോർഡിന്റെ നിയന്ത്രണത്തിലാകുകയും ചെയ്തു. പിന്നീട് KK നായരെ ജില്ലാ മജിസ്ട്രേറ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ശകുന്തള നായർ 1952 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPയിലെ ഗോണ്ടയിൽ നിന്ന് ഹിന്ദു മഹാസഭ ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചു എന്നതും ചരിത്രമാണ്. 1975 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം RSS ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. 1980 രാമക്ഷേത്രവും ബാബരി മസ്ജിദും വീണ്ടും ചർച്ചകളിൽ സജീവമായത്. പക്ഷേ ഇതിന് തുടക്കം കുറിച്ചത് ഒരു കോൺഗ്രസ് നേതാവായിരുന്നു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു സത്യം. അയോധ്യ, കാശി, മധുര എന്നിവിടങ്ങളിൽ ഹിന്ദുക്കൾക്കാണ് അവകാശമെന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് കോൺഗ്രസ് നേതാവും UP മന്ത്രിയുമായ ദൗദയാൽ ഖന്നയാണ് ആദ്യമായി കത്തെഴുതിയത്. ഖന്നയുടെ നിലപാടിനെതിരെ കോൺഗ്രസിൽ നിന്ന് അന്ന് തന്നെ വിമർശനം ഉയർന്നിരുന്നു. ദൗദയാൽ ഖന്ന വെടിമരുന്ന് ഉപയോഗിച്ചാണ് കളിക്കുന്നതെന്ന്, ഹിന്ദു മുസ്ലിം ഐക്യത്തിനുള്ള കോൺഗ്രസിന്റെ നയം തകർക്കുകയാണെന്നും UPയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന കമലാപതി ത്രിപാഠി പറഞ്ഞിരുന്നു. അതേസമയം മുതിർന്ന കോൺഗ്രസുകാരനും മുൻ ഇടക്കാല പ്രധാനമന്ത്രിയുമായ ഗുൽസാരിലാൽ നന്ദ 1983 രാമനവമി ദിനത്തിൽ ശ്രീരാമ ജന്മോത്സവ സമിതി സ്ഥാപിച്ചു. അന്ന് നന്ദ നടത്തിയ വിരുന്നിൽ RSS നേതാക്കളും പങ്കെടുത്തിരുന്നു. അതേ വർഷം മുസഫർ നഗറിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ഹിന്ദു സമ്മേളനത്തിലെ ഖന്നയായിരുന്നു മുഖ്യ പ്രഭാഷകൻ. യോഗത്തിൽ ഗുൽസാരിലാൽ നന്ദയും RSS നേതാക്കളും പങ്കെടുത്തിരുന്നു. ഇതേ സമയത്ത് തന്നെ RSSകാരെ കൂടി ഉൾപ്പെടുത്തി കരൺജിത് സിംഗ് വിരാട് ഹിന്ദു സഭ രൂപീകരിച്ചു. 1984 രാമജന്മഭൂമി മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് മഹന്ത് അവൈദ്യനാഥ് പ്രസിഡന്റും ദൗദയാൽ ഖന്ന ജനറൽ സെക്രട്ടറിയുമായി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ബീഹാറിലെ സീതാ മഹർഷിയിൽ നിന്ന് അയോധ്യയിലേക്ക് രാമന്റെയും സീതയുടെയും വിഗ്രഹങ്ങളുമായുള്ള യാത്രയും ഈ സമിതി നടത്തി. 1984 ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിനെ തുടർന്ന് മകൻ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. രാം ജന്മഭൂമി തർക്കത്തിൽ ഒരു നിലപാടെടുക്കുന്നതിൽ കോൺഗ്രസിന് അന്നും വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല. ഹിന്ദുമത വിശ്വാസികളെയും
മുസ്ലിം മതവിശ്വാസികളെയും ഒരേപോലെ പ്രീണിപ്പിക്കാനുള്ള നടപടികളായിരുന്നു കോൺഗ്രസ് അന്നും സ്വീകരിച്ചിരുന്നത്. രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് രാജീവ് ഗാന്ധി സർക്കാരിലെ ഉദ്യോഗസ്ഥരുമായി VHP പലതവണ ചർച്ച നടത്തിയിരുന്നെങ്കിലും തീരുമാനമൊന്നുമായില്ല. ബാബറി മസ്ജിദിന്റെ പൂട്ട് തുറക്കണമെന്ന ആവശ്യത്തിന് VHP ഉറച്ചു നിന്നു. 1985 സെപ്റ്റംബർ 24 കോൺഗ്രസ് ND തിവാരിയെ മാറ്റി വീർ ബഹാദൂർ സിംഗിനെ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി നിയമിച്ചു. ഇതിനിടെ യാഥാസ്ഥിതിക മുസ്ലിം അഭിപ്രായത്തിന്റെ സമ്മർദ്ദം മൂലം വിവാഹമോചിതയായ സ്ത്രീക്ക് ജീവനാംശം ഉറപ്പാക്കേണ്ട ഷാബാനോ വിധി റദ്ദാക്കാൻ കോൺഗ്രസിന്റെ പാർലമെന്ററി ഭൂരിപക്ഷം ഉപയോഗിച്ചു. ഇതിന് തൊട്ടു പിന്നാലെ 1986 ഫെബ്രുവരി 1 ഫൈസാബാദിലെ ഒരു പ്രാദേശിക കോടതി രാമജന്മഭൂമിയുടെ പൂട്ട് തുറക്കാൻ ഉത്തരവിട്ടു. തുടർന്ന് ബാബറി മസ്ജിദിന്റെ പൂട്ട് തുറന്നു. മുസ്ലിങ്ങൾക്ക് അനുകൂലമായി മാത്രമേ സർക്കാർ നിൽക്കുന്നു എന്ന പ്രചാരണത്തിന് തടയിടാനായിരുന്നു കോൺഗ്രസിന്റെ ഈ നടപടി. തൊട്ടു പിന്നാലെ സൽമാൻ റുഷ്ദിയുടെ സാത്തനിക് വേഴ്സും രാജീവ് ഗാന്ധി നിരോധിച്ചു. 1986 RSS പ്രതിനിധി സഭ രാമജന്മസ്ഥലവും അതിനോട് ചേർന്നുള്ള ഭൂമിയും രാമജന്മഭൂമി ട്രസ്റ്റിന് കൈമാറാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം പോലെ പുരാതനവും എന്നാൽ ജീർണിച്ച രാമജന്മഭൂമി ക്ഷേത്രവും പഴയ പ്രതാപത്തിലേക്ക് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് എന്നും അവർ ആവശ്യപ്പെട്ടു. ഇതിനു പിന്നാലെ 1987 ദൂരദർശനിൽ രാമാനന്ദ സാഗറിന്റെ രാമായണം സീരിയൽ രാജീവ് ഗാന്ധി സർക്കാർ ആരംഭിച്ചു. 1989 BJP യഥാർത്ഥത്തിൽ രാമജന്മഭൂമി പ്രസ്ഥാനത്തെ പാലംപൂർ പ്രമേയത്തിലൂടെ ഔദ്യോഗികമായി പിന്തുണച്ചത്. രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം കോടതിയുടെ അധികാരപരിധിക്ക് പുറത്താണെന്നായിരുന്നു BJP വാദം. രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള പരസ്പര സംവാദത്തിലൂടെയോ ഇത് സാധ്യമല്ലെങ്കിൽ പ്രാപ്തമാകുന്ന നിയമനിർമ്മാണത്തിലൂടെയോ തർക്കം പരിഹരിക്കണം. ഈ വിഷയത്തിൽ കോടതി വ്യവഹാരം ഒരു തരത്തിലും പരിഹാരമല്ല എന്നായിരുന്നു BJP പറഞ്ഞത്. ഇതിനിടെ UPയിലെ ബരാബങ്കയിലും അലഹാബാദിലും ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായി. രാമജന്മഭൂമി ബാബറി മസ്ജിദ് തർക്കത്തിൽ വീർ ബഹാദൂർ സിംഗ് സർക്കാർ ഹിന്ദു അനുകൂല നിലപാട് അനുവദിച്ചതായി കോൺഗ്രസിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. 1988 ജൂണിൽ അലഹബാദിൽ നിന്ന് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ VP സിംഗ് വിജയിച്ചു. ഇതിന് പിന്നാലെ വീർ ബഹാദൂറിനെ കേന്ദ്രമന്ത്രിയാക്കുകയും ND തിവാരി വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തുകയും ചെയ്തു. 1989 കേന്ദ്രത്തിലും UPയിലും കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു. മുലായം സിംഗ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരുമായും VHPയുമായും പ്രധാനമന്ത്രി VP സിംഗിന്റെ സർക്കാർ നിരവധി ചർച്ചകളാണ് നടത്തിയത്. 1991 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തിലൂടെ BJP ഉത്തർപ്രദേശിൽ അധികാരത്തിൽ വന്നു. കല്യാൺ സിംഗ് UP മുഖ്യമന്ത്രിയായി. തുടർന്ന് രാമജന്മഭൂമി തർക്കം പരിഹരിക്കാൻ അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവു ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും വിജയിച്ചില്ല. ഇതിനിടെ 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു. കല്യാൺ സിംഗിന്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിന്റെ കീഴിലുള്ള സംസ്ഥാന പോലീസിനോ കേന്ദ്രത്തിലെ PV നരസിംഹറാവു സർക്കാരിന് റിപ്പോർട്ട് ചെയ്ത CRPFനോ മസ്ജിദ് തകർക്കുന്നത് തടയാൻ കഴിഞ്ഞില്ല. വർഷങ്ങൾക്ക് ശേഷം നീണ്ട നിയമവ്യവഹാരങ്ങളെല്ലാം കഴിഞ്ഞ് കോടതി ഉത്തരവിനെ തുടർന്ന് അയോധ്യയിലെ രാമക്ഷേത്രം ഉയരുമ്പോഴും ഏത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് ഇപ്പോഴും യോജിപ്പില്ല. 2019 അയോധ്യ തർക്ക വിഷയത്തിൽ സുപ്രീം കോടതി ഹിന്ദു പക്ഷത്തിന് അനുകൂലമായ വിധി പ്രസ്താവിച്ചപ്പോൾ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ കാരണം തങ്ങളാണെന്ന് കോൺഗ്രസ് നേതാക്കളിൽ ചിലർ അന്ന് തന്നെ പ്രചരിപ്പിച്ചിരുന്നു. ഒടുവിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ലെന്ന് കോൺഗ്രസ് തന്നെ തീരുമാനമെടുത്തിരിക്കുകയാണ്. രാഷ്ട്രീയ ലാഭം മുന്നിൽ കണ്ടുകൊണ്ടുള്ള BJP RSS പരിപാടിയാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. സോണിയാഗാന്ധി, ഖാർഗെ, അധീർ രഞ്ജൻ ചൗധരി തുടങ്ങിയ നേതാക്കൾക്കായിരുന്നു ഈ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചത്. എന്നാൽ ഇവരാരും ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന വിവരമാണ് തിരിച്ച് മറുപടിയായി പറഞ്ഞത്. രാമനെ എതിർക്കുന്നത് കോൺഗ്രസിന്റെ പാരമ്പര്യമാണെന്ന് ആരോപിച്ച് പിന്നീട് BJPയും രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെ താല്പര്യമുള്ളവർക്ക് രാമക്ഷേത്രത്തിൽ പോകാമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ പറയുകയും പിന്നീട് അത് നിലപാടാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നിലപാടിൽ എത്രത്തോളം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.